പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ 1000 വണ്ടി പൊളിക്കാനുണ്ടെങ്കിൽ പുതിയ വണ്ടി ഒരെണ്ണോ ഇറക്കുന്നത്. ചിന്തിക്കണം. ഇവിടെ മനുഷ്യർക്ക് വോൾവോ വണ്ടി അല്ലല്ലോ അത്യാവശ്യം. വോൾവോ വണ്ടിയാണോ അത്യാവശ്യം? ഇവിടെ സാധാരണക്കാരന് യാത്ര ചെയ്യാൻ വോൾവോ വണ്ടി എടുത്തിട്ട് കാര്യമില്ല. 2 കോടി 3 കോടിയുടെ വണ്ടി മേടിച്ച് എടുക്കുകയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് മന്ത്രി ഇത് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ പറയുമ്പോൾ വലിയ സംഭവമാണെന്ന് പറയും. വലിയ സംഭവമായിട്ട് പറയുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കിത് പറയാനേ പറ്റുള്ളൂ. ഇതിന് പുറമെ നമ്മൾ ചിന്തിക്കണം, ഏത് നിയമം ഉണ്ടെങ്കിലും അതിനെ മറികടക്കാൻ. ഇപ്പം ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാലാവധി 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്കൊക്കെ ചാർജ് കൂട്ടി, മറ്റേ ടെസ്റ്റിങ്ങിൻ്റെ ചാർജ് കൂട്ടി അതിൻ്റെ ഫീസ് ഞങ്ങൾ കുറയ്ക്കാൻ തരും. പാവം മനുഷ്യരായതുകൊണ്ട്, കേരളത്തിലെ ജനങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കേന്ദ്രത്തിൻ്റെ നിയമം. അതിനെ മറികടക്കണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ചെയ്യും എന്നുവരെ പറയുമെന്ന് പറയും. ഈ 9-ഉം 11-ാം തീയതി വരെ പറയും. പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. ഒന്നും ചെയ്യല. ഇത് ചുമ്മാ മനുഷ്യനെ പൊട്ടനാക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് ഇവന്മാർ ഇന്ന് കത്തുകയാണ്.